നമസ്കാരം, ഞാൻ ഡോക്ടർ അരവിന്ദ് ബാലകൃഷ്ണൻ, കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, സഞ്ജീവിനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പിത്തസഞ്ചിയിലെ കല്ല് അല്ലെങ്കിൽ കോൾ ബ്ലാഡർ സ്റ്റോൺ അല്ലെങ്കിൽ കോളിലിത്യാസിസ് എന്നറിയപ്പെടുന്ന അസുഖത്തിനെ പറ്റിയാണ്. ഈ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിത്തസഞ്ചി, അതായത് ലിവറിൻ്റെ താഴെ പിത്തം ശേഖരിക്കാനായിട്ട് നമ്മളെ ഉപകരിക്കുന്ന ഒരു ഓർഗനാണ് പിത്തസഞ്ചി എന്ന് പറയുന്നത്. അതിനകത്ത് കല്ലുകൾ വരുന്ന അസുഖത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് കല്ലുകൾ വരുമ്പോൾ ഒരു 70-80% ആൾക്കാരിലും ചിലപ്പോൾ യാതൊരു ലക്ഷണങ്ങളും കാണില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഈ കല്ലുകൾ കണ്ടുപിടിക്കുന്നത്. ബാക്കിയുള്ള 20-30% ആൾക്കാരിൽ ഇതൊരു വേദന, അതായത് വയറിൻ്റെ വലതുവശത്ത് മേളിലായിട്ടും മേൽവയറിലായിട്ടും അതിനോടനുബന്ധിച്ച് പുറം വേദനയും അനുഭവപ്പെടുന്നതായിട്ടാണ് രോഗികൾ വരുന്നത്. ഇതിൻ്റെ കൂടെ ഇൻഫെക്ഷനും കൂടെ വന്നാൽ ഈ വേദനയുടെ കൂടെ തന്നെ പനിയും കൂടെ വരുന്നതാണ്. അതിനെ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുകയും ചെയ്യും. കോളിസിസ്റ്റൈറ്റിസ് പ്രത്യേകിച്ചും ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും. ഇങ്ങനത്തെ വേദന വന്നാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ആശുപത്രിയിൽ വന്ന് സർജൻ ഡോക്ടറെ കാണുക. സർജറി ഡോക്ടർ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും. അതായത് അൾട്രാസൗണ്ട് സ്കാന്, ബ്ലഡ് ടെസ്റ്റുകൾ മുതലായവ ചെയ്ത് ഇത് പിത്തസഞ്ചിയിലെ കല്ലുകൾ തന്നെയാണെന്ന് ഉറപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ചികിത്സയെ പറയുകയും ചെയ്യും. ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായും സർജറി തന്നെയാണ്. അത് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി അല്ലെങ്കിൽ കീ ഹോൾ കോളിസിസ്റ്റക്ടമി, വയറിൽ വളരെ ചെറിയ മുറിവുകൾ വെച്ച് തന്നെ നമ്മൾ പിത്തസഞ്ചി പൂർണ്ണമായും നീക്കം ചെയ്യുക, ആ കല്ലുകളുള്ള പിത്തസഞ്ചി പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സ.